കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം. നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യം. നമുക്കൊരുമിച്ച് അത് നമുക്ക് ധ്യാനിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് എന്തിനാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്നാണ് ഈ വാക്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാക്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തെ ഒറ്റ വാക്യത്തിൽ ഒതുക്കുന്നത് ഈ വാക്യമാണ്. ഈ വാക്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മൊത്തം ആകത്തുക എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വായിച്ചു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. പ്രിയമുള്ളവരെ, ആ നാശത്തിൽ നിന്നുള്ള, മനുഷ്യൻ്റെ നാശത്തിൽ നിന്നുള്ള വിടുതൽ കർത്താവ് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു ഭാഷക്കാർക്കോ, ഏതെങ്കിലും ഒരു നാട്ടുകാർക്കോ, ഏതെങ്കിലും ഒരു ജാതിക്കാർക്കോ, ഏതെങ്കിലും ഒരു വർഗത്തിനോ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതല്ല. സകല മനുഷ്യർക്കും കർത്താവിൻ്റെ എല്ലാ രക്ഷയും എല്ലാ പദ്ധതികളും സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ഭൂമിയിൽ മനുഷ്യനായി പിറന്നിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ യേശുവിൽ വിശ്വസിച്ച് ശിക്ഷാവിധിയിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയും, നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് ആ യേശുവിൽ വിശ്വസിക്കാം. നമ്മൾ യേശുവിനെ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, യേശുവിനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ നിത്യജീവന്റെ ഭാഗമായി തീരും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരണമില്ലാത്തവനായി നിത്യമായി ജീവിക്കാൻ, ദൈവത്തെ പോലെ നിത്യമായി ജീവിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നാശമില്ല. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകുകയില്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുകയില്ല, നിങ്ങൾ തകർന്നു പോകുകയില്ല, നിങ്ങൾക്കൊരു നാശം ഉണ്ടാകുകയില്ല. നിങ്ങൾ ജീവനുള്ളവരായി തീരും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ വരുമാന മാർഗം വർദ്ധിക്കും. അത്ഭുതം യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട, യേശുവിനെ വിശ്വസിച്ചാൽ മതി. യേശുവെ അങ്ങൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് സൗജന്യമായി പ്രാപിക്കേണ്ടതായിട്ട്, അതിനുവേണ്ടി, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി, ഞാൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഓമനകുമാരനെ എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ തന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആ യേശുവിനെ ഇന്ന് പകലും നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ആശ്രയിക്കാം, നമുക്ക് ആ യേശുവിൻ്റെ കൂടെ ജീവിക്കാം. നമ്മൾ ജീവൻ പ്രാപിക്കുന്നവരായി തീരട്ടെ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങൾ കർത്താവ് വീണ്ടും അങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങിൽ ആശ്രയിച്ച് കർത്താവ് ഇന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവ്, ഞങ്ങൾ ആരും നശിച്ചു പോകാൻ കർത്താവിന് ഇഷ്ടമില്ലല്ലോ. ഞങ്ങൾ ഒരു വിധത്തിൽ നശിക്കാൻ, ഞങ്ങളുടെ ആത്മീയമായും ഭൗതികമായും മാനസികമായും ഒന്നും ഞങ്ങൾ നശിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ലല്ലോ. യേശുവിൻ്റെ നാമത്തെ എല്ലാ നാശത്തെ ഞങ്ങൾ പുറത്താക്കുന്നു. ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു. നിത്യജീവൻ്റെ ഭാഗമായി തീരാൻ കർത്താവ് ഞങ്ങളെല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും നാശമില്ലാത്തവരായി, ജീവനുള്ളവരായി ജീവിക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ.